ഫ്രണ്ട്സിനെയും 2-3 ആൾക്കാരെ എനിക്ക് ഓൾറെഡി പരിചയപ്പെടുത്തി തന്നായിരുന്നു. ഇന്റർവ്യൂ കണ്ടപ്പോൾ നമുക്ക് എന്തൊക്കെയോ ചെറിയ ചെറിയ സംശയങ്ങൾ നമുക്ക് ഇല്ലായികയില്ല. ഈ ഇന്റർവ്യൂ കാണുന്ന ആരാണെങ്കിലും ഇപ്പൊ ഇതുപോലെ തന്നെയൊക്കെ ചിന്തിച്ചു പോകും. മാത്രമായിരുന്നു റൂമിൽ പോകുന്നുണ്ടായി. ഐ വാസ് ഫൈൻ. മേ ബി അവിടെ ഒച്ചപ്പാടും ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 2020@2025. ഞാൻ പാർവതി. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് 2 ദിവസം മുന്നേ ഉള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ വേടനെതിരെ വന്ന പീഡന പരാതിയായിരുന്നു. അപ്പൊ നമ്മളും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അപ്പം അതേ തുടർന്ന് പിന്നീട് വേടൻ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുകയും കോടതി അത് 18-ാം തീയതിയിലേക്ക് പരിഗണിക്കാനായി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരുന്ന വാർത്ത എന്ന് വെച്ചാൽ വേടൻ ഒളിവിലാണ് എന്നൊരു വാർത്തയാണ്. വേടന്റെ തൃശ്ശൂരുള്ള വീട്ടിൽ പോയി പോലീസ് പരിശോധിച്ചു, പക്ഷേ വേടൻ അവിടെ ഇല്ലായിരുന്നു എന്നൊരു വാർത്തയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഈ കേസ് കൊടുത്ത വ്യക്തി, ഇതിന് ഒരു യുവ ഡോക്ടറാണെന്ന് പറയുന്നു. ആ ഡോക്ടറിന്റെ ഒരു ഇന്റർവ്യൂ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ നമുക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അപ്പം അതേ തുടർന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇയാൾ പറഞ്ഞു നമുക്ക് റൂമിലോട്ടിരിക്കാം, ആളുടെ പാട്ട് കേൾപ്പിക്കാം. വേടൻ പറഞ്ഞു പിന്നെ വേറൊരു ഉദ്ദേശം അതിൽ ഞാൻ കണ്ടുമില്ല. വെറുപ്പ് തോന്നാൻ വിധവോ അല്ലെങ്കിൽ വേറൊരു മോശമായ രീതിക്ക് എൻ്റെ സംസാരിച്ചിട്ടില്ല. സോ നമ്മൾ റൂമിൽ കയറി ആൾ പാട്ട് കേൾപ്പിച്ചിരുന്നുണ്ട്. പിന്നെ ആള് ക്ലോസ് ആവാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അല്ല, ആള് റൂം കയറിയിട്ട് കുറ്റി കേൾക്കുകയാണ്. പിന്നെ ആള് ക്ലോസ് ആവാൻ തുടങ്ങി. ഇല്ല, വേടൻ പാട്ട് ഫോണിൽ കേൾപ്പിച്ചു ആളുടെ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു, എനിക്ക് ഐ എം സ്കേർഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആള് തമാശ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഓക്കെ. പിന്നെ എൻ്റെ മനസ്സിലുള്ളത്, ഓക്കെ, ഞാനിങ്ങനെ കൂടുതൽ ഒന്നാമത് ഞാൻ കൂടുതൽ ചിന്തിച്ച ഓവർ തിങ്കർ അല്ലെങ്കിൽ ആൻസൈറ്റി കൂടുതലുള്ള ആളുകളൊരു സാധനം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാനായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത്. ആളും മേ ബി നല്ല ഉദ്ദേശത്തിലായിരിക്കും, കൂടുതൽ ക്ലോസ് ആവാം. ഇത്രയും നാളെ ഓവർ ഫോൺ സംസാരിച്ച ഒരു വ്യക്തിയും കൂടെ ആണല്ലോ. അങ്ങനെ ആള് ക്ലോസ് ആവാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ബൗണ്ടറി ഇട്ടു. പക്ഷേ ഓൾ ഓഫ് എ സഡൻ ആള് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്കോട്ട് ചെയ്ത് തരട്ടെ എന്നോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നാണക്കേടുണ്ട് പറയാൻ, പക്ഷെ എനിക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ നമ്മൾ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ നമുക്ക് എന്തൊക്കെയോ ചെറിയ ചെറിയ സംശയങ്ങൾ നമുക്ക് ഇല്ലായികയില്ല. ഈ ഇന്റർവ്യൂ കാണുന്ന ആരാണെങ്കിലും ഇപ്പൊ ഇതുപോലെ തന്നെയൊക്കെ ചിന്തിച്ചു പോകും. ആ ഇന്റർവ്യൂവിൽ അവര് പറയുന്നുണ്ട്, തന്നെ ഫ്ലാറ്റിലോട്ട് വിളിച്ചു, അവിടെ ഒരു ഫ്ലാറ്റ് ആയിരുന്നു, പിന്നീട് കുറച്ച് പാട്ടുകൾ കേൾപ്പിച്ചു തരാമെന്ന് റൂമിലേക്ക് വരികയും റൂം കുറ്റിയിടുകയും ചെയ്തു എന്ന്. അപ്പൊ ഈ പരാതിക്കാരി എന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്ടറാണ്. ഡോക്ടർക്ക് എന്താ ഇത്ര ബോധവും തീരെ കൊച്ചുകുട്ടിയല്ല, 2 പേരും പ്രായപൂർത്തിയായവരാണ്. ഒരാൾ പേഴ്സണലായിട്ട് നിങ്ങൾ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് പോയതാണെങ്കിൽ അത് സംസാരിക്കേണ്ട ഒരു ഏരിയ ഉണ്ട്, അവിടെ ഇരുന്ന് വേണം സംസാരിക്കും. അല്ലെങ്കിൽ ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. അപ്പം ഈ കഥ കുറ്റിയിട്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ കുറ്റിയിട്ടേക്കുന്നെന്ന്. അപ്പം പ്രൈവസിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞത്രേ. ഓക്കെ, ശരി, കുഴപ്പമില്ല. പിന്നീട് വേടൻ ഇവരോട് ഒരു വേർഡ് ചോദിച്ചു. അതിൽ നിനക്ക് മനസ്സിലായില്ലേ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യമേ ഇവര് പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും ആദ്യം ആ വേർഡിന്റെ അർത്ഥം എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ എന്ന് വേടൻ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, സെക്ഷുവായിട്ട് എന്തോ ഒന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ അതിൽ വേടൻ ഒരു സമ്മതം ചോദിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവര് തന്നെ പറഞ്ഞിരുന്നു. പിന്നെ ഇവരെ ബലമായി ചുംബിച്ചു എന്ന് പറയുന്നു. ബലമായി ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ ചുംബിക്കുന്നത് വളരെ മോശമാണ്. അത് വേടൻ ചെയ്തത് വളരെയധികം തെറ്റാണ്. അനുവാദമില്ലാതെയാണ് ഈ പെൺകുട്ടിയെ കയറി പിടിച്ചെങ്കിൽ വേടൻ ശിക്ഷിക്ക തന്നെ ചെയ്യണം. പക്ഷെ ഈ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു അനുവാദമൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അവര് വലിയൊരു പ്രതികരണമില്ല, അവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു നോ എന്നൊരു രീതിക്ക് ഒരു പ്രതികരണം ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പെൺകുട്ടികളോടാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളെ ഒരാൾ മോശമായിട്ട്
തൊടുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ദേഷ്യം വരും. നമ്മൾ ഓട്ടോമാറ്റിക്കലിയാണ് നമ്മൾ പോലും അറിയില്ല നമ്മൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ പ്രതികരണം നമുക്ക് ഓട്ടോമാറ്റിക്കലിയാണ്. നമ്മൾ എങ്ങനെയും ഒന്ന് രക്ഷപ്പെടാനേ നോക്കുകയുള്ളൂ. അപ്പം ഈ പെൺകുട്ടി പറയുന്നതുമായിട്ട് നമുക്ക് എന്തൊക്കെയോ ഒരു മിസ്മാച്ച് തോന്നുന്നുണ്ട്. അപ്പം എന്ന് വെച്ച് നമ്മൾ വേടനെ സപ്പോർട്ട് ചെയ്ത് പറയുമല്ല. ആ പെൺകുട്ടികളെ തൊടുന്നത് അത്ര നല്ല ഇതൊന്നുമല്ല, വളരെ മോശമാണ്. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നുമില്ല. പക്ഷെ ഇവർ രണ്ടും ഒന്ന് ഓർക്കണം, ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയാണ്. ഈ ഒരു PG ക്ക് പഠിക്കുന്ന ഡോക്ടർ എന്ന് പറയുമ്പോൾ നിസ്സാരക്കാരിയല്ല, സാധാരണക്കാരിയുമല്ല. കുറച്ച് സെൻസ് ഉള്ള വ്യക്തിയാണ്, ചിന്തിക്കാൻ ബോധമുള്ള, അല്ലെങ്കിൽ അവർ ഡോക്ടറായി PG ക്ക് തയ്യാറെടുക്കത്തില്ലല്ലോ. കുറച്ച് ബോധമുള്ള ആളും കൂടിയാണ്. അപ്പൊ നമുക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറയാൻ പറ്റില്ല, ബോധമില്ല എന്ന് വേണം പറയാന്. പിന്നീട് അവര് പുറത്തു പോയി ഇരിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവര് പുറത്തു പോയി എന്നൊക്കെ പറയുന്നു. പിന്നെ എന്തൊക്കെയോ മിസ്മാച്ച് ആണ്. നിങ്ങൾ ഇന്റർവ്യൂ കണ്ടു നോക്കും, നമുക്ക് എന്തൊക്കെയോ നമുക്കൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. എവിടേക്കോ എന്തൊക്കെയോ ചീഞ്ഞു നടന്ന പോലെ ഒരു ഫീലാണ് വരുന്നത്. അഫ്കോഴ്സ് ഇതിനകത്ത് വേടൻ കുറ്റക്കാരനാണെങ്കിൽ നമുക്ക് കാലം തെളിയിക്കട്ടെ. ഇനി വേടന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. എവിഡൻസ് പുറത്തു വന്നാലേ അറിയുള്ളൂ ഇവർ എന്തിന്റെ പേരിലാണ്. മേ ബി ഇവര് രണ്ടുപേരും പ്രായപൂർത്തിയായവരായതുകൊണ്ട് ഇവര് ചിലപ്പോൾ ലിവിങ് ടുഗർ സെറ്റപ്പ് ആയിരിക്കും. പിന്നീട് ഇവര് റിലേഷൻഷിപ്പ് ബൈ ഒക്കെ പറഞ്ഞു പോയിട്ട് പിന്നീട് ഒരു പരാതിയായിട്ട് വന്നതാണെങ്കിൽ ശരിക്കും വേടന്റെ ഭാഗത്താണ് ന്യായം. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിക്കെതിരെയും കേസ് ഉണ്ടാകണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പൊ ഇന്നാണ് നമ്മുടെ ശ്രദ്ധയിൽ ഈ ഇന്റർവ്യൂ പെട്ടത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ഒരു റിയാക്ഷൻ ചെയ്യണം എന്ന് തന്നെ. കാരണം ഇന്നലെ തന്നെ നമ്മൾ വേടനെതിരെയായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ഇന്ന് ഈ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് തീർച്ചയായും ഒരു വീഡിയോയും കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമെന്ന് നമുക്ക് തോന്നുകയും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുക്കാനും തീരുമാനിക്കുകയും ചെയ്യുന്നത്. എന്തൊക്കെയോ നമുക്ക് ഇത് വരുന്നുണ്ട്. അപ്പൊ പെൺകുട്ടികളോടൊന്ന് പറയുന്നെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് ആരെങ്കിലും നിങ്ങളുടെ അനുവാദമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ നോ പറഞ്ഞെടുത്ത് നോ തന്നെ പറയണം. അതിനാണ് നമുക്ക് നാക്ക് കൈയും കാലും എല്ലാം തന്നേക്കുന്നത്. അഥവാ നമ്മൾ ആ സിറ്റുവേഷൻ സിറ്റുവേഷൻ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ട്, നമ്മൾ അത് ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ നമ്മൾ കയ്യൂക്ക് കാണിച്ചിട്ട് കാര്യമില്ല. ബുദ്ധിപരമായി നമുക്ക് പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം കാര്യം പറയാം. കാരണം ഇവര് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരായിരുന്നു കൂട്ടുകാർ. അപ്പം ഇൻസ്റ്റയിൽ നന്നായിട്ട് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടു, ഇൻസ്റ്റയിൽ തന്നെ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കുക. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് ഓക്കെ നമുക്ക് ഇപ്പൊ വേണ്ട, പിന്നീട് ഒരിക്കൽ ഓക്കെ അങ്ങനെ പറഞ്ഞ് ഒഴിയാമായിരുന്നു. ഒഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു, വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പിന്നെ അതല്ല, ഫോൺ 2021 എന്ന് പറയുമ്പോൾ എല്ലാരും ഫോൺ ഉപയോഗിക്കുന്ന കാലമാണ്. അപ്പം ജാമ്പുവിന്റെ കാലമൊന്നും അല്ലല്ലോ. അപ്പൊ ഇവർക്ക് ജസ്റ്റ് ഇവരുടെ കയ്യിലിരിക്കുന്ന ഫോൺ ആയുധമാക്കി കൂടായിരുന്നോ? ഇവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ഒത്തിരി സുഹൃത്തുക്കൾ വലയങ്ങൾ ഉണ്ടാവുമല്ലോ. ഡോക്ടറല്ലേ, ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. അപ്പം അവരെ ആരെങ്കിലും അറിയിക്കുവോ, എങ്ങനെയും രക്ഷപ്പെടുവോ, എന്തെങ്കിലും ബുദ്ധി ഉപയോഗിക്കുകയോ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ അടുത്തുള്ള സ്റ്റേഷനിലോട്ടോ എങ്ങനെങ്കിലും ഇവർക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് എങ്കിലും ഇവർക്ക് അയച്ച് എങ്ങനെങ്കിലും ഒക്കെ രക്ഷപ്പെടാമടെ. കാരണം ഒരു ഡോക്ടർ PG ക്ക് പഠിക്കുന്ന കൊച്ചിന് ബുദ്ധിയുണ്ട്, ബുദ്ധിയില്ലാത്ത വ്യക്തിയൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഇന്നലെ വാർത്ത കേട്ട സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു പശ്ചാത്തലമല്ല നമ്മൾ കരുതിയിരുന്നത്. വാർത്ത കേട്ട സമയത്ത് നമ്മൾ വേറൊരു ഇതാണ് നമ്മുടെ മൈൻഡിലൂടെ വന്നത്. ബലമായി പിടിച്ചു പീഡിപ്പിച്ചു, അങ്ങനെ മൃഗീയമായി ആ ഒരു സെറ്റപ്പാണ് നമ്മുടെ മൈൻഡിൽ നിന്നത്. അപ്പം ഇന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വന്നതിന്റെ പേരിലാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പെൺകുട്ടികളെ നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ഈ ആരാധന മൂത്തിട്ട് ആരെങ്കിലും വിളിക്കുമ്പോൾ അവരുടെ കൂടെ പോയി കിടക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ അവരെ പരിചയപ്പെടാൻ അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് റിലേറ്റീവ്സിനെയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ആരെങ്കിലും ഒക്കെ കൂട്ടി പോടെ. ഒറ്റയ്ക്ക് എന്തിനാ എല്ലായിടത്തും പോകുന്നത്? നിങ്ങൾ ഇത് കേരളമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, മറ്റ് വിദേശ രാജ്യമൊന്നും അല്ലെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം എന്താണേലും ഇത് തെളിയിക്കപ്പെടട്ടെ. ഇതില് വേടനാണ് കുറ്റക്കാരനെങ്കിൽ വേടൻ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. മറിച്ച് ഈ പെൺകുട്ടിയാണ് കുറ്റക്കാരിയെങ്കിൽ, ഇത് മനഃപൂർവ്വമായിട്ട് ആരോപിച്ച ഒരു ഇതാണെങ്കിൽ ഇവര് നേരെ തിരിച്ച് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അഭിപ്രായം. അപ്പം ഓക്കെ, അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.